ഞരമ്പ് പൊട്ടി ബ്ലീഡിങ് ആയി കഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ നിൽക്കുകയില്ല, മോനെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്തി എടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കും ആശുപത്രിയിൽ തന്നെ ഞാൻ പുറത്തെങ്ങനെയോ ഇറങ്ങി. ഞാൻ വലിയ വായിലേ കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, എനിക്ക് എൻ്റെ മോൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല, എന്നെ സഹായിക്കണം. എൻ്റെ മോന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കുകയില്ലെന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ മോനെ ജീവനോടെ അല്ലാതെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകില്ല, അങ്ങനെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ മുന്നേ ആത്മഹത്യ ചെയ്യുമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു. എനിക്ക് എൻ്റെ മോനെ തിരിച്ചു തരണം, മോനില്ലാതെ എനിക്കൊരു ജീവിതമില്ല, അവനില്ലാത്ത ഭൂമി ഞാനും ജീവിച്ചിരിക്കുകയില്ലെന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചു. അവിടെ മാതാവ് എൻ്റെ പ്രാർത്ഥന കേട്ടു. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയശ്രീ നമ്മൾ കൈ എങ്ങനെ കൊണ്ട് വെക്കുന്നു അങ്ങനെ എനിക്ക് ഷെയ്ക്കാൻ്റെ തരുന്ന പോലെ എനിക്കൊരു അനുഭവം ഉണ്ടായി എൻ്റെ വലത് കയ്യിൽ. അത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിച്ചപ്പോൾ ഞങ്ങളെ ഡോക്ടർ വിളിച്ചു. മോനൊരു കുഴപ്പമില്ല, എല്ലാം സർജറി എല്ലാം സക്സസ് ആയി, മോനെ വന്ന് കണ്ടുകൊള്ളാൻ പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ മോനെ പോയി കണ്ടു, മോനും ഞങ്ങളെ കണ്ടു. ഡോക്ടർക്ക് തന്നെ ഭയങ്കര അതിശയമായിപ്പോയി. എല്ലാം ഇതുപോലെ നോർമലായിട്ടുള്ള സർജറി ആദ്യമായിട്ട് ചെയ്യുവാന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സർജറി എല്ലാം കഴിഞ്ഞ് 3-ാം ഭാഗം ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു.